നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദുബായിൽ മണ്ണിനടിയിൽ നിന്ന് ലഹരി. ദുബായിൽ ലഹരി കച്ചവടത്തിലെ പുതിയ തന്ത്രം. മണ്ണിനടിയിൽ കുഴിച്ചിട്ട് ലഹരി കണ്ടെത്താൻ ആവശ്യക്കാർക്ക് ലൊക്കേഷൻ അയക്കുകയാണ് ചെയ്യുന്നത്. UAE-യിൽ ലഹരി കച്ചവടം വർദ്ധിച്ചു വരുന്നു. ദിനം പ്രതി പിടികൂടുന്നത് നിരവധി പേരെയാണ്. ഈ വർഷം ആദ്യ 3 മാസത്തിനുള്ളിൽ ദുബായിൽ 527 ലഹരിമരുന്ന് വിൽപ്പനക്കാരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. ലഹരിമരുന്ന് വിൽക്കാൻ വേണ്ടി അജ്ഞാതൻ സന്ദേശമയക്കുന്നതിനെതിരെ അനോണിമസ് മെസ്സേജ് എന്ന പേരിൽ ദുബായ് പോലീസിന്റെ ആന്റി നാർക്കോട്ടിക്സ് ജനറൽ വിഭാഗം നടത്തുന്ന ക്യാമ്പയിനിന്റെ 2ാമത് എഡിഷൻ സമാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് വീണ്ടും മയക്കുമരുന്ന് വിൽപ്പന സജീവമാകുന്നത്. അമീൻ സർവീസിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ലഹരിമരുന്ന് വിൽപ്പനക്കാരെ കരുതിയിരിക്കണമെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വിൽപ്പനക്കാർക്കെതിരെ പോലീസ് സൈബർ ക്രൈം വിഭാഗത്തിൽ പരാതിപ്പെടണമെന്നും ആക്ടിംഗ് ഡയറക്ടർ ഖാലിദ് ബിൻ മുവൈസ പറഞ്ഞു. സമൂഹ സുരക്ഷയുടെ കാര്യത്തിൽ പോലീസിനെ സഹായിക്കാൻ സമൂഹത്തിലെ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. സംശയാസ്പദമായി എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്താൽ ടോൾ ഫ്രീ നമ്പർ 901 പോലീസിനെ അറിയിക്കണം. വിവിധ തരം ലഹരി മരുന്നുകളാണ് ഇവർ വാഗ്ദാനം ചെയ്യുന്നത്. ഹഷീഷ്, ക്രിസ്റ്റൽ, മെത്തഡിൻ, ലിറിക്ക, ട്രമഡോൾ, മൊഫീൻ തുടങ്ങിയ ലഹരി മരുന്നുകളും വയാഗ്രയും അബുദാബി, ദുബായ്, അലൈൻ, ഷാർജ, മുസഫ, മുഹമ്മദ് ബിൻ സായിദ് റോഡ് എന്നിവിടങ്ങളിൽ ലഭ്യമാകും എന്നാണത്രേ സന്ദേശത്തിൽ പറയുന്നത്. വിൽപ്പനക്കാർ അയച്ചു തരുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നൽകിയാൽ ലഹരിമരുന്ന് ഒരു വിജനമായ സ്ഥലത്ത് കുഴിച്ചിടുകയും ആ സ്ഥലത്തിന്റെ ലൊക്കേഷൻ മാപ്പ് ചിത്രവും വാട്സാപ്പ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇത് എളുപ്പവഴിയായതിനാൽ പലരും ഇവരുടെ വലയിൽ വീഴുന്നുമുണ്ട്. മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇത്തരത്തിൽ വാട്സാപ്പ് സന്ദേശം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഉച്ചാരണ ശുദ്ധിയില്ലാത്ത അറബിക് മാത്രമേ ഇവർ സംസാരിക്കുകയുള്ളൂ. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ എന്തെങ്കിലും ചോദിച്ചാൽ ഈ ഭാഷകൾ അറിയില്ലെന്നും അറബിക് സംസാരിക്കൂ എന്നുമാണ് വാട്സാപ്പിലൂടെ ശബ്ദ സന്ദേശം തിരിച്ചയക്കുക. എന്നാൽ അറബിക് ഉച്ചാരണം കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇവർ അറബ് വംശജർ അല്ലെന്നുള്ളത്. തിരിച്ചറിയും എന്നുള്ള പേടി കൊണ്ട് മാത്രമാണ് അറബ് വംശജരാണ് ഇവരെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് വ്യക്തം. ലഹരിമരുന്ന് ആവശ്യമുണ്ടോ എന്ന് അന്വേഷിച്ചുള്ള വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കുന്നയാളെ ബ്ലോക്ക് ചെയ്താൽ അവർ വീണ്ടും മറ്റു നമ്പറുകളിൽ നിന്ന് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള എല്ലാ നമ്പറുകളും പോലീസിനെ അറിയിക്കണം. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് സാമൂഹിക വിരുദ്ധർ സന്ദേശങ്ങൾ അയക്കുന്നത്. കുറ്റവാളികൾ സാധാരണയായി ലഹരിമരുന്ന് ലഭിക്കുന്ന സ്ഥലത്തെ ലൊക്കേഷൻ പങ്കിട്ടാണ് വിൽപ്പന നടത്തുന്നത്. സാധാരണയായി ആൾതാമസമല്ലാത്ത വിദൂര പ്രദേശങ്ങളിൽ നിലത്ത് കുഴിച്ചിടുകയാണത്രേ ചെയ്യുന്നത്. പലരും, പ്രത്യേകിച്ച് കൗമാരക്കാർ, ഇത്തരം സന്ദേശങ്ങളോട് അനുകൂലമായി പ്രതികരിക്കുന്നത് ഇപ്പോഴും പോലീസിന് തലവേദനയാകുന്നുണ്ട്. എങ്കിലും ഈ ക്യാമ്പയിനിലൂടെ ലഹരിമരുന്ന് മൂലമുള്ള അപകടങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിന് രക്ഷിതാക്കളിൽ അവബോധം ഉണ്ടാക്കുകയാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.